ഹായ് ഫ്രണ്ട്സ്, ഡബിൾ ടാപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് ടേപ്പ് എക്സ്പെരിമെൻ്റൽ വീഡിയോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്ക് കണ്ട, ഇതെൻ്റെ ബൈക്കാണ്. അപ്പോൾ ഈ ബൈക്ക് എൻ്റെ ചങ്ങായിൻ്റെ ഒരു കാറുണ്ട്, കുറച്ച് പഴയതാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി എല്ലാം ഇറങ്ങിയിട്ടുള്ള ഉന്താനൊന്നും അങ്ങനെ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ വേറെ കാറും ഇല്ല, അങ്ങനെ ജമ്പറും ഇല്ല. അപ്പോൾ ജമ്പറും ഇല്ലാണ്ട് സാധാ വയർ വെച്ചിട്ട് എൻ്റെ ബൈക്ക് കൊണ്ട് ഓൻ്റെ വണ്ടി ചാർജ് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കാം, എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. നമ്മളെ വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ചങ്ക്സ് ഉണ്ടായി കുറച്ച്. ഇത് നമ്മളിരിക്കുന്ന സ്ഥലം വൈകുന്നേരമല്ലോ. ഇവൻ്റെ ആണ് കാറ് കേട്ടോ. ഇവന് പിന്നെ ഇവൻ്റെ ഒരു അംബാസിഡർ ഇറങ്ങുന്നുണ്ട്, അടുത്ത് തന്നെ ഇറങ്ങും. ആദ്യം എന്താവശ്യത്തിന് ആദ്യം വിളിച്ചെത്തുന്നത് ഇവനാണ്. ഇതാ നമ്മളെ പിന്നെ കോ ഫൗണ്ടർ ഓഫ് ഡബിൾ ടാപ്പ്. വേറെ അടുത്തും കൂടി ഓനെ കാണുന്നില്ല, ഓനെ പോയേ വരുന്നുണ്ടോ? ആ ഇതാ വരുന്നുണ്ട്. നേരത്തെ ആരും വിളിച്ചിന്, ഇപ്പാന്ന് എത്തുന്നു. നമ്മളിനി സ്പോട്ടിലേക്ക് പോയി എന്താവും നമുക്കിനി കണ്ടറിയാം. സ്പോട്ട് എവിടെയും വേറെ ഇടയില്ല, നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട് തന്നെ. വണ്ടി ഇപ്പോൾ അവിടെ ഉള്ളത്. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ സ്പോട്ടിലെത്തി. ഇവിടെ നമ്മൾ ആശാൻ കിടപ്പുണ്ട്. വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടോ നോക്കുന്നു. ഫുൾ ഡൗൺ ആയിനടാ, ഫുൾ ഡൗൺ ആയി. ലൈറ്റ് ഒന്നും കത്തുന്നില്ല, ഒന്നും കത്തുന്നില്ല. ഇല്ല, ബാറ്ററിന്റെ ഫുൾ ഡൗൺ ആയി. കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. പണിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ നിന്നാണ് കേട്ടോ ഇത് ചാർജ് ചെയ്യുമ്പോൾ. അത് ഈ വണ്ടീൻ്റെ ഇതിൽ കഴിച്ചിട്ട് ഇതാണ് കേട്ടോ നമ്മള് ബാറ്ററി. ഈ ബാറ്ററിയിൽ നിന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ വയറാണ് നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ. ഇതേപോലെ ഡബിൾ ചെയ്ത് വെക്കണം, 2 വയർ ഉപയോഗിക്കണം. ബൈക്കിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു വയർ എടുക്കാം.
ഇത് പോസിറ്റീവാണ്. പോസിറ്റീവിലേക്ക് ഇത് ഇവിടെ ഇറക്കിയിട്ട് ഉള്ളിൽ നിൽക്കണോ? ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ടൈറ്റ് ചെയ്യണം. സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ടാവും എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി. നല്ലോണം ടൈറ്റ് ആക്കി വെക്കാം. അത് ഇതെടുത്തിട്ട് ഇത് ഇതിൻ്റെ പോസിറ്റീവിൽ കൊടുക്കാം. പോസിറ്റീവ് എടുക്കാം. ഇതാ കാണിക്കും. എന്നിട്ട് ഇത് നല്ല ടൈറ്റിൽ വെക്കാം. പിന്നെ അടുത്തത് എടുത്തിട്ട് ഇത് ഇവിടെ കൊടുക്കാം. നല്ലോണം ടൈറ്റ് വെക്കാം. അങ്ങനെ ടൈറ്റിൽ വെക്കാം കേട്ടോ. നെഗറ്റീവ് വെക്കാം. എടുത്തിട്ട് ഇതിൻ്റെ നെഗറ്റീവിൽ വെക്കാം. പോസിറ്റീവും പോസിറ്റീവും നെഗറ്റീവും നെഗറ്റീവും. അതിന് ചാർജ് വരുന്നുണ്ട് നോക്കാം. ഞാൻ ചാർജ് വരുന്നുണ്ടോ നോക്കാം. ചാർജ് വരുന്നുണ്ടോ? ചാർജ് വരുന്നുണ്ട് കേട്ടോ. സെൽഫി പഠിക്കല്ലേ? സെൽഫ് കുറച്ച് കയറി കഴിഞ്ഞിട്ട് അടിക്കാൻ പറ്റും. സെൽഫ് അടിക്കല്ലേ? നമുക്കൊരു 10 മിനിറ്റ് ഇതേപോലെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ട് റണ്ണിങ്ങിൽ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ സമയം 7:34. ഒരു 40, 44, 45 ആകുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ഫുള്ളൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. ഇപ്പോൾ 38 ഒരു 45 വരെ നമുക്ക് നോക്കി നോക്കാം. 45 ആകുമ്പോൾ നമുക്ക് മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് നിർത്തി വെക്കാം. നമുക്ക് നമ്മളെ ചങ്ക്സ് വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. എന്താ സംഭവം ചോദിക്കാം, എന്താ അഭിപ്രായം? എടാ എന്താ നിങ്ങളെ എൻ്റെ ചാനലിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കുത്തിപ്പൊട്ടിക്കണ്ടേ? കമന്റ് മറക്കല്ലേ. വണ്ടി ഫാൻസി നമ്പറാണ് കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് കഴിക്കാം. ഫസ്റ്റ് നെഗറ്റീവ് കഴിക്കാം. നോക്കണേ, കഴിക്കുമ്പോഴല്ലോ സ്പാർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിക്കാം. ഇവിടുത്തെയും കഴിക്കാം.
ഇപ്പുറത്തെയും കഴിക്കുമ്പോൾ സൂക്ഷിക്കണേ. ഒന്നും ആവില്ല, 12 വോൾട്ട് ആയതുകൊണ്ട്. അതേപോലെ ഇപ്പുറത്തെ പോസിറ്റീവും കഴിക്കാം. കളിയാക്കിയാളെല്ലാം ഒന്ന് ഭയങ്കര ഇഷ്ടമായത് നെഗറ്റീവ് നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. സ്റ്റാർട്ടാക്കി നോക്കാം. ചാർജ് അറിയാൻ നോക്കാം. സ്റ്റാർട്ടാക്കി നോക്കാം. പെട്രോൾ ഇങ്ങോട്ടേക്ക് വീഴൂലാടാ. ഒന്നും കൂടി സ്റ്റാർട്ടാക്കി ആവുന്ന നോക്കാലോ. സെൽഫ് അടിക്കുന്നുണ്ട് അല്ലേ? ചാർജ് ഇറങ്ങി പോരെ. നമുക്ക് പെട്രോൾ വേറെ എന്താ ഇപ്പൊ എത്തിക്കാൻ എന്താ വഴിയുള്ളത്? കുപ്പിയിൽ അങ്ങനെ അങ്ങനെ ചെയ്യലുണ്ടോ? അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് ഒരു കുപ്പിന്റെ മൂടി എടുത്തിട്ട് ഓട്ടയാക്കിയിട്ട് പൈപ്പ് കയറ്റിട്ട് ഗ്ലൂ ചെയ്തിട്ട് വന്നത്, ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട്. ഇനി ഇത് വെച്ചിട്ട് കുപ്പിയിൽ പെട്രോൾ ഡയറക്റ്റ് വണ്ടിയിലേക്ക് എത്തിക്കും, കാർബറേറ്ററിൽ കണക്ട് ചെയ്തിട്ട്. അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് കാർബറേറ്റർ വേണ്ടിട്ട് ഇതിന്റെ മേലുള്ള ഈ സാധനം, ഇതിന്റെ പേരെന്താണ്? കാർബറേറ്റർ. പഴയ വണ്ടി ആയതുകൊണ്ട് ഇങ്ങനത്തെ സാധനം അല്ലേ എയർ ഫിൽറ്റർ ആയിട്ടാണ്. പുതിയ വണ്ടി ഡീസലിന് ഇത് പരീക്ഷിക്കണം കേട്ടോ. ഡീസൽ സ്റ്റാർട്ട് ആകാൻ കുറച്ച് പണിയാൻ തോന്നുന്നു. പെട്രോൾ വണ്ടി മാത്രം ഇത് പരീക്ഷിക്കാം. പെട്രോൾ വണ്ടിക്കാണ് പരീക്ഷിക്കാൻ ശരിയാവാൻ ചാൻസ് കൂടുതൽ. ഡീസൽ വണ്ടി കുറച്ച് പവർ വേണമെന്ന് തോന്നുന്നു. ഈ പൈപ്പാണ് നമ്മൾ ഊരാൻ പോകുന്നത്. ഈ പൈപ്പ് പെട്രോളിന്റെ പൈപ്പാണ്. കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല. ഈ പെട്രോള് കേറുന്നില്ല, ഈ വണ്ടിയിലേക്ക് പെട്രോൾ വന്നത്. അപ്പം പെട്രോൾ എന്നിട്ട് സ്റ്റാർട്ടാക്കി നോക്കാം. ഇനിയിപ്പോ പെട്രോൾ എത്തുന്നുണ്ട്. നമുക്ക് ഇനി സ്റ്റാർട്ടാക്കി നോക്കാം. എത്തുന്നില്ല, പെട്രോൾ എത്തുന്നില്ലേ? സ്റ്റാർട്ടാക്കി നോക്കട്ടെ. സ്റ്റാർട്ടാക്കി നോക്കാം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടു. അപ്പോൾ മാക്സിമം സെൽഫ് എടുക്കാനുള്ള ചാർജ് ആയിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വെച്ച് നോക്കാം. ഒന്നുകൂടി കണക്ട് ചെയ്യാം. ഒരു 10 മിനിറ്റും കൂടി നമുക്ക് വെച്ച് നോക്കാം കേട്ടോ. എന്നാലും സെൽഫ് അടിക്കാനുള്ള ഒരു ചാർജ് കിട്ടും. എന്നിട്ട് പിന്നെ വണ്ടി കാറിന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഇത് ഉപയോഗിക്കാം കേട്ടോ. ഡീസൽ വണ്ടിയിൽ പരീക്ഷിക്കണ്ട. പിന്നെ ജമ്പറും കാറും ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഒരു ബൈക്ക്, ഒരു സാധാ വയർ വണ്ടി മാത്രം നിങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ മാത്രം ഇത് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാണ്ടിരിക്കാം. കഴിക്കാം. അപ്പോൾ നമുക്ക് 45 നേരത്തെ 34,000 വെച്ച് നമുക്കിനി ഫുള്ള് കഴിച്ച് വെക്കാം. എന്നിട്ടൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാം. അത് വണ്ടി ഓഫാക്കാം കേട്ടോ. കയറുന്നുണ്ടല്ലേ? ഇപ്പോൾ ഒരു 8:01 നമുക്ക് വണ്ടി ഓഫായില്ല. നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി പോയെന്നേ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്നേ. വണ്ടി സ്റ്റാർട്ടായി. നമ്മളെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് ഒന്ന് ഓടിച്ച് നോക്കട്ടെ.
വണ്ടി സ്റ്റാർട്ടാക്കുന്നത് വിജയിച്ചു. പക്ഷേ വണ്ടി ഓടിക്കാൻ കുറച്ച് പണിയുണ്ട്. കാരണം എന്തെല്ലോ കംപ്ലൈൻ്റ് ഉള്ള മൂലക്കിട്ട വണ്ടിയാണ്. അതുകൊണ്ട് ഓടിക്കാൻ കുറച്ച് പണിയുണ്ട്. വണ്ടി സ്റ്റാർട്ടായി കിട്ടീന്. അതുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നത് സേഫാണ്, ഒരു പേടിയും വേണ്ട, എല്ലാവർക്കും ചാർജ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും ഉറപ്പായും ചെയ്യണം കേട്ടോ. അപ്പോൾ ശരിയല്ലേ, എന്താ പറയുക? എന്നാൽ ഓക്കെ, ഗുഡ് ബൈ.